ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ. ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി. പദ്ധതിക്ക് നിശ്ചിത കാലയളവിൽ നേടേണ്ട പൊതുവായതും പ്രത്യേകമായതുമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് 5 വർഷ കാലയളവിലാണ്. അതിനാൽ അവ പഞ്ചവത്സര പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നു. കേന്ദ്രീകൃതവും സമഗ്രവുമായ ദേശീയ സാമ്പത്തിക പരിപാടികൾ, പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു. ലക്ഷ്യം 5 വർഷക്കാലത്തെ ആസൂത്രിതവും സംഘടിതവുമായതും സാമ്പത്തികാഭിവൃദ്ധിക്കും സാമൂഹ്യവികസനത്തിനും സഹായകമാകുന്ന ദേശീയ പദ്ധതികൾ വിഭാവനം ചെയ്യുക. പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആസൂത്രണ കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: 1. സാമ്പത്തിക വളർച്ച. 2. ആധുനികവൽക്കരണം. 3. സ്വാശ്രയത്വം. 4. സമത്വം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1951 ഡിസംബർ 8. 1951 ഏപ്രിൽ 1 നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? കൃഷി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കൃഷി, ജലസേചനം. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ഡോക്ടർ കെ. എൻ. രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് 1951 ഡിസംബർ. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്ന് വാദിച്ചത് കെ. എൻ. രാജ്. പ്രധാന ലക്ഷ്യം: രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുക. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണം എന്നിവ ആവിഷ്കരിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് 1954 ഒന്നാം പഞ്ചവത്സര പദ്ധതിയോട് അനുബന്ധിച്ചാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ (UGC) നിലവിൽ വന്നത് 1953 ഡിസംബർ 28. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 IIT-കൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സം പദ്ധതികാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ: ബക്രാനങ്കൽ, ഹീരാക്കുഡ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ചത് 3.6%. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായി. ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകി. അടിസ്ഥാന ലക്ഷ്യങ്ങളായിരുന്ന ദാരിദ്ര്യചക്രത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഈ പദ്ധതി പൂർണ്ണമായി വിജയിച്ചില്ല. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായം. മഹലനോബിസ് മാതൃകയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം: വ്യാവസായിക നയം 1956, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് 1956 വ്യാവസായിക നയപ്രമേയം. ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്ന നാഷണൽ ഹൈവേസ് ആക്ട് 1956. പഞ്ചവത്സര കാലഘട്ടം. രണ്ടാം പഞ്ചവത്സര പദ്ധതി: സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശ്യമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി: തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ടുവെച്ച പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതികാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകൾ: ഭിലായ്, ഛത്തീസ്ഗഡ്, റഷ്യയുടെ സഹായത്തോടെ. റൂർക്കേല, ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടെ 1959.
രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5%, കൈവരിച്ചത് 4.27%. സാധ്യമായ എല്ലാ ദിശകളിലും ത്വരിതഗതിയിൽ ഘടനാപരമായ പരിവർത്തനം കൊണ്ടുവരുന്നതിന് രണ്ടാം പദ്ധതി ഊന്നൽ നൽകി. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് വ്യവസായ വികസനത്തിനായി കൈക്കൊണ്ട് പ്രധാന നടപടികൾ: ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ഇറക്കുമതിയുടെ മേൽ ഗവൺമെന്റ് വലിയ തോതിൽ നികുതി ചുമത്തി. ഇത് പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും സംരക്ഷിക്കുന്നതിന് വളരെയധികം സഹായിച്ചു. വ്യാവസായിക മേഖലയിലെ ഉയർന്ന നിക്ഷേപം വ്യാവസായിക വളർച്ചയെ ഉത്തേജിപ്പിച്ചു. വ്യാവസായിക മേഖലയിലെ ഉയർന്ന നിക്ഷേപം വ്യാവസായിക മേഖലയിൽ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ: സാങ്കേതികവിദ്യയിൽ ഇന്ത്യ പിന്നോക്കമായിരുന്നതിനാൽ ആഗോള വിപണിയിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് സാങ്കേതികവിദ്യ വാങ്ങേണ്ടതായി വന്നു. ഇത് വിലപ്പെട്ട വിദേശ വിനിമയം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കി. കൃഷിയേക്കാൾ കൂടുതൽ നിക്ഷേപം വ്യവസായ മേഖലയ്ക്ക് അനുവദിച്ചതിന്റെ ഫലമായി ഭക്ഷ്യ പ്രതിസന്ധിക്കുള്ള സാധ്യത കൂടുതലായിരുന്നു. കൃഷിക്കും വ്യവസായത്തിനും തുല്യ പരിഗണന നൽകുക എന്നത് ആസൂത്രകരെ സംബന്ധിച്ച് വിഷമകരമായിരുന്നു. 1956-ൽ എയിംസ്, 1958-ൽ DRDO, അറ്റോമിക് എനർജി കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ടീം, വി ടെലികാസ്റ്റ്, ഇന്ത്യയിലെ ആദ്യ കാർഷിക സർവകലാശാല എന്നിവ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെ. ജോൺ സാൻഡി, എസ് ചക്രബർത്തി മാതൃക. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ പ്രശ്നങ്ങൾ: 1962-ലെ ഇന്ത്യ-ചൈന യുദ്ധം, 1965-ലെ ഇന്ത്യ-പാക് യുദ്ധം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം.എസ്. സ്വാമിനാഥൻ. ലക്ഷ്യമിട്ട വളർച്ചാനിരക്ക് 5.6%, കൈവരിച്ചത് 2.84%. നെഗറ്റീവായ ഏക പഞ്ചവത്സര പദ്ധതി. 1963-ൽ ആദ്യ റോക്കറ്റ് വിക്ഷേപണം നടക്കുമ്പോഴത്തെ പഞ്ചവത്സര പദ്ധതി. 1961 NCERT, 1965 നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വരുമ്പോൾ ഉള്ള പഞ്ചവത്സര പദ്ധതി. പ്ലാൻ ഹോളിഡേ 1966 മുതൽ 69 വരെ. ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് 1966 മുതൽ 69 വരെ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടത് 3 വാർഷിക പദ്ധതികളിലൂടെയാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെ. ആത്മവിശ്വാസത്തിന് മുൻതൂക്കം നൽകിയ പദ്ധതി. അലൻ എസ് മന്നെ, അശോക് രുദ്ര മാതൃക. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതി. സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം നേടുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഉള്ള പദ്ധതി. 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഗാഡ്ഗിൽ മോഡൽ എന്ന് അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി PSC ഉത്തരം മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 1971-ലെ ഇന്ത്യ-പാക് യുദ്ധവും ബംഗ്ലാദേശിന്റെ രൂപീകരണവും നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഹരിത വിപ്ലവം ശക്തിപ്രാപിച്ച പഞ്ചവത്സര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പദ്ധതി. ലക്ഷ്യമിട്ട വളർച്ചാനിരക്ക് 5.6%, കൈവരിച്ചത് 3.3%. ഇസ്രോ നിലവിൽ വന്നത്. നാഷണൽ സർവീസ് സ്കീം നിലവിൽ വന്നത്. ധവള വിപ്ലവത്തിനും രജത വിപ്ലവത്തിനും തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 78 വരെ. ധർ മോഡൽ എന്ന് അറിയപ്പെടുന്നു. പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. മറ്റ് ലക്ഷ്യങ്ങൾ: കാർഷികവൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക.
അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP. ധർ. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 1975. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സരകാലത്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ 20 പരിപാടികൾ ആരംഭിച്ചത് ഇന്ദിരാഗാന്ധി 1975. സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. മൊറാർജി ദേശായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തിവച്ചു. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം വെച്ച് വളർച്ചാനിരക്ക് 4.4% കൈവരിച്ചത് 4.8%. റോളിംഗ് പ്ലാൻ 1978 മുതൽ 80 വരെ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി. റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാനിന്റെ കാലഘട്ടം 1978 മുതൽ 80 വരെ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനത ഗവൺമെന്റ്. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെ. ആറാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ദാരിദ്ര്യനിർമ്മാർജ്ജനം, സാങ്കേതികവിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യ വളർച്ചാ നിയന്ത്രണം. NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം 1980, RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, IRDP ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ നടപ്പിലാക്കിയ പദ്ധതി. DWCRA ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് ആരംഭിച്ച പദ്ധതി. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ട പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആറാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചപ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അന്ത്യമായാണ് ആറാം പഞ്ചവത്സര പദ്ധതിയെ കണക്കാക്കുന്നത്. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5.2% കൈവരിച്ചത് 5.7%. 1980 ഏപ്രിൽ 15 ഇന്ത്യയിൽ രണ്ടാംഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഈ പദ്ധതി കാലത്താണ്. രണ്ടാംഘട്ടം ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം 6. 1982 ജൂലൈ 12 ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നാബാർഡ് നിലവിൽ വന്നത് ഈ പദ്ധതി കാലത്താണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെ. സാം പിത്രോഡ മോഡൽ. ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. പ്രധാന ലക്ഷ്യങ്ങൾ: ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം MME, RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നിവ ലയിപ്പിച്ച് കൊണ്ട് ജവഹർ റോസ്ഗാർ യോജന JRY നടപ്പിലാക്കിയത്. 1989 ഏപ്രിൽ 1. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി. ഏഴാം പഞ്ചവത്സര പദ്ധതി. വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് സാം പിത്രോഡ. 1986 ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമവും ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമവും 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് ഈ പദ്ധതി കാലത്താണ്. ലക്ഷ്യം വെച്ച വളർച്ചാനിരക്ക് 5% കൈവരിച്ചത് 6.1%. വാർഷിക പദ്ധതി 1990 മുതൽ 92 വരെ. ഏഴാം പഞ്ചവത്സര പദ്ധതിക്കും എട്ടാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ വാർഷിക പദ്ധതി ആനുവൽ പ്ലാൻ നടപ്പിലാക്കിയത് 1990 മുതൽ 1992 വരെ. നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയ ഈ കാലയളവിലാണ്. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ:
ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവി വി നരസിംഹറാവു മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ സമയത്തെ ധനമന്ത്രി. എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 1997 വരെ. ജോൺ മില മോഡൽ, മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മാനുഷിക വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തരാജ് എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%, കൈവരിച്ചത് 6.8%. ഒൻപതാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി. ഒൻപതാം പഞ്ചവത്സര പദ്ധതി PSC ആൻസർ. 10ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 1998 മെയ് 17. ഒൻപതാം പഞ്ചവത്സര പദ്ധതി. ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച. ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് രണ്ടാം ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത്? ഒൻപതാം പഞ്ചവത്സര പദ്ധതി 1998 മെയ് 11 മുതൽ 13 വരെ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. ഒൻപതാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5%, കൈവരിച്ചത് 5.4%. പത്താം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യവിഷയമായി എടുത്തിരിക്കുന്നതിനു കാരണം 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. പ്രധാന ലക്ഷ്യങ്ങൾ ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വർഷം തോറും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക. കേരള മോഡൽ വികസന പദ്ധതി എന്ന് അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 8.1%, കൈവരിച്ചത് 7.7%. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ആധാർ പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 8%. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യലക്ഷ്യം സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അംഗീകരിച്ച വളർച്ചാ നിരക്ക് 8%. കാർഷിക മേഖലയിലെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 4%.